വെന്ത ചോറിനെ മാറ്റി അടുപ്പിൽ നിന്നെടുത്ത വെന്ത ചോറിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തു. ഓ, താങ്കൾ ഒരു ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്യാനുള്ള ഉദ്ദേശമായിരിക്കും. ആദ്യം മസാല, പിന്നെ ചോറ്, പിന്നെ മസാല, പിന്നെ ചോറ്. എന്നിട്ട് താങ്കൾ എങ്ങനെ അതിന് മിക്സ് ചെയ്യും? വീണ്ടും വീണ്ടും അതോ കുറച്ച് ചോറ് ഇരുന്നോട്ടെ അല്ലേ നോക്കാം. ചോറൊന്നും ഒട്ടുമില്ല. രുചി ഒരു ക്യാരറ്റ് കഷ്ണം പറഞ്ഞു പോരട്ടെ. ഓ, നിനക്ക് ചിക്കൻ ചോദിക്കുമ്പോൾ തന്നില്ലടാ, ഒരു ക്യാരറ്റ് ഒന്നും നിനക്ക് ഭയങ്കരമായിട്ട്. മസാല ഒരു തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് പരിപാടി ഉണ്ടായിരുന്നു. കഴുകി അത് വിഷയമാണ്. ഞാൻ ശരിയായിക്കോളാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതൊന്നും പോരട്ടോ. അദ്ദേഹം അവിടെയായിരുന്നു തക്കാളി മുറിക്കുന്നു. എന്താണ് ഉദ്ദേശത്തിൽ? തക്കാളി ഭംഗിയായി വട്ടത്തിൽ മുറിച്ചെടുത്ത് ഡെക്കറേറ്റ് ചെയ്യാനാണ് പരിപാടി. ബിരിയാണി കൊഴഞ്ഞ് ഇതാണ് സംഭവം. സംഭവം ആയിക്കോട്ടെ, അത് വെച്ചിട്ട് സാധനം ഈ സാധനം അടിയിൽ നമ്മൾ വെക്കുന്നത് ഒരെണ്ണം ഇടുന്നു, ബുഷ് വെക്കുന്നു. ഓക്കെ, അതെ. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബിരിയാണിയെ താങ്ങി നിർത്താൻ വേണ്ടി. ഓ, അതാണല്ലേ, ഭയങ്കര താങ്ങാണ്. ഒന്നൊന്നര താങ്ങാണല്ലേ അത്. അടുത്തത് നമ്മള് മസാല നമ്മൾ ഒരു തവിയുണ്ടോ ഇവിടെ? അതന്നെ, ബെസ്റ്റ്, കറക്റ്റ് തവി കിട്ടി. ഓക്കെ, ഇതാണ് ഈ തവി. അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് വെച്ച് നമ്മള് ഇതിന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് സ്വല്പം നെയ്യ് ഇടയിലിടണം. നെയ്യും കുറച്ച് റോസ് വാട്ടറും. സാധാരണ അതാണ്, റോസ് വാട്ടർ വേണം ഇല്ലാന്നുള്ളത്. ഓക്കെ, അത് ഇല്ലാത്തൊരു പേരിൽ നമ്മള് എന്ത് ചെയ്യണം? റോസ് വാട്ടറും നമ്മുടെ സാഫ്രോണും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം സാധാരണ ഒഴിക്കാൻ എന്ന് കേട്ടിട്ടുണ്ട്. ഒരു ലെയർ നമ്മൾ അടിയിലെടുത്തു. കുറച്ച് മസാല ഇട്ടോട്ടെ നോക്കാം. മസാലയൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. മതി മതി മതി. പിന്നെ ഒരു സെറ്റ്, എത്ര സെറ്റ്? 3 ലെയർ ആയിട്ട് വെച്ചാൽ 2 ലെയർ മതി അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇട്ടോന്നാ. ഒരു തൂടി പോട്ടെ നോക്കാം. അതന്നെ അതന്നെ. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ പിന്നീട് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ കശുവണ്ടി ഇങ്ങനെ നമ്മൾ ഇവിടെ നമ്മൾ രണ്ടാമത് മേടിച്ചത് രണ്ടും കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് വേണം 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 ഇരുന്നോട്ടെ ഫുള്ള് ഇരുന്നാൽ ഓവറാവൂലേ? കുറച്ച് കണക്കിലോട്ട് നോട്ടെ. ഓവറേങ്ങളെ വെക്കണം. മതിയാ? ഓക്കെ, അതൊക്കെ ചോറിനുള്ളല്ലേ? ചോറിന് ഇനി നമ്മൾ എന്ത് ചെയ്യണം? സാലഡ് ഉണ്ടാക്കാൻ പാത്രം ഇപ്പൊ തരും. തരുന്നതാണ് സാലഡ് ശരിക്കും മിക്സ് ആണ്. നമുക്കതൊന്നും കൂടി ഒന്ന്
വിരിച്ചിട്ടുള്ളൂ. പോരെ? മതി മതി. അത് ആ സാധനം തട്ടും. കേട്ടോ അതിപ്പോ എനിക്കൊരു നെയ്യ് വേണം. നെയ്യ് ഇടണം നമുക്ക്. ശരിക്കും നെയ്യ് എല്ലാത്തിലും എല്ലാ ലെയറിലും വേണം. ആരാണത്? അങ്ങനെ അതെ നെയ്യ് വേണം ശരിക്കും. റോസ് വാട്ടർ വേണ്ട, പക്ഷെ അതില്ല. നമുക്ക് ഇതിലാക്കാം. ഇല്ല ഇല്ലല്ല. ഇനി അടുത്തത് അടുത്ത ലെയർ മുഴുവൻ നടണോ? ഒരു ഇച്ചിരി ഒരു ലെയർ കൂടെ ആക്കണോ? സാധനം പെർഫെക്റ്റ്. ഇതിനകത്ത് ചേർക്കേണ്ടുന്ന ഒരു സാധനമുണ്ട്. അത് ഞാൻ മറന്നു പോയിട്ടുണ്ട്, എടുക്കാൻ പോവാണ്. എന്താണ് സാധനം? ഓ മറന്നുപോയ സാധനങ്ങൾ. ഫൈനൽ സ്റ്റേജസ് ഓഫ് ബിരിയാണി. ഒരു ലെയർ കഴിഞ്ഞു. സെക്കൻഡ് ലെയറിൽ ഞങ്ങൾ സത്യം ഇപ്പൊ തന്നെ ഫേസ്ബുക്കിൽ കയറിക്കൊണ്ടിരിക്കുക ആദ്യത്തെ ഭാഗം. പിന്നെ നിങ്ങൾ ഫേസ്ബുക്ക് നോക്കണതും ആദ്യത്തെ ഭാഗം ഓൾറെഡി നാളെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബിരിയാണി. കൈക്കാസ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞ പോലെ മൊമീസ് ബിരിയാണി. ഇവിടുന്ന് പണി പോയാലും വെറുതെ പട്ടിണി എടുക്കേണ്ടി വരില്ല. അതന്നെ ഞങ്ങള് സ്പോൺസർ ചെയ്യും ഹോട്ടല്. ബാക്കി മോങ്കോഞ്ഞാൽ മതി. കൊടുത്ത മല്ലി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വേണം ചെമ്മീണ്ടാക്കാൻ. ചെമ്മീൻ പൊരിക്കട്ടെ? നീ പോസ് ചെയ്ത് നോക്കി. ഇങ്ങനെ ഇതില്ലാത്ത പോസ് ചെയ്ത് നോക്കിയത്.